ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രക്സ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ചിപ്സും തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളിൻ്റെ കയ്യിൽ 5 പൈസയില്ല, ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് ഇടാനില്ല, ഒരു നിക്കർ ഇട്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ലാമർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് പുതിയതായിട്ടൊരു കാറ് വന്നിട്ടുണ്ടെന്ന്. ഒരു കിടിലൻ കാറാണെന്ന് പറഞ്ഞത്. അത് പക്ഷേ കുറച്ച് എന്ന് വെച്ചാൽ അതൊരു ബില്യനെയറിൻ്റെ കാറാണ്. പിന്നെ അതെടുത്താൽ പോലീസ് എന്തായാലും അലർട്ടാവും, തന്നെ അവരെന്തായാലും വരും. അപ്പം അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ബൈക്കിൽ നമ്മൾ കയറിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒരു ഗരാജാണ് പറഞ്ഞത്, പക്ഷെ അവിടെ നിന്ന് ബൈക്ക് എടുത്താൽ നമ്മൾ നേരെ ബൈക്ക് എടുത്ത് അവിടെ പോയിട്ട്, പക്ഷേ അവിടെ നിന്ന് ആ കാർ എടുക്കുമ്പോൾ പോലീസിന് അലർട്ടായിട്ട് പോലീസ് വരും. അപ്പം അതാണൊരു സീന്. അപ്പോൾ നമ്മളെന്തായാലും നൈസ് ഫ്രാങ്ക്ലിൻ്റെ കിടിലം ബൈക്കുമായിട്ട് അങ്ങോട്ട് കത്തിച്ചു വിടുകയാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർക്കിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗണ്ണെടുത്ത് വെക്കാം. ഉള്ളിൽ ആരും ഇല്ല എന്നാണ് പറഞ്ഞത്. എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കിടിലം ഒരു വണ്ടി. നല്ല കിണ്ണം കാച്ചി ലുക്കാണ് ഗൈസ്. സ്പീഡ് അറിയില്ല, ലംബോർഗിനിയാണ്, നല്ല കിടിലം വണ്ടിയാണ്. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങ് കിടിലം വണ്ടി, നമുക്ക് നല്ല പൈസയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇത് കൊണ്ട് പോവാം, എന്നിട്ട് നേരെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ പൈസ നമ്മളിങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പം ഒരു ലംബോർഗിനിക്കാരനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇനി പോലീസിൻ്റെ സ്പൈ ആണോ എന്നറിയില്ല. ഏതൊരു ലംബോർഗിനിക്കാരൻ ഒരു പൊട്ടൻ നമ്മുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടം വരെ പോകണം, എന്നാലും അവിടെ എത്തുമ്പോൾ പോലീസിന് പോകുമെന്നാണ് ലാമർ പറഞ്ഞത്. അപ്പോൾ ഒരു ലംബോർഗിനി നമ്മുടെ പുറകിൽ പയ്യെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കത്തിച്ച് വിട്ടു നോക്കാം ഗൈസ്. ഒരുത്തൻ ലംബോർഗിനിയായിട്ട് കുറേ നേരം നമ്മുടെ പുറകെ കിടക്കുന്നത് ആരാന്നറിയില്ല. എന്തായാലും ഈ വണ്ടീൻ്റെ ആൾക്കാരെന്ന് മനസ്സിലായി. അപ്പോൾ പോലീസ് നമ്മൾ ചുറ്റും വളർന്നിട്ടുണ്ട്. നമുക്ക് 3 സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, എല്ലാം കൊണ്ടും മൂഞ്ചി. അപ്പം നമുക്കെന്തായാലും നേരെ അങ്ങ് വിട്ട് പാർപ്പിച്ച് വിട്ട് നമ്മുടെ ആ സ്ഥലം എത്തുമ്പോൾ പോലീസ് പോകുമെന്നാണ് ലാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വേഗം പോവാം, അല്ലാണ്ട് നടക്കൂല. അപ്പോൾ നമുക്ക് കത്തിച്ച് വിടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനൊടുക്കത്തെ സ്പീഡായതുകൊണ്ട് ഗൈസ് എവിടെയെങ്കിലും പോയി ഇടിച്ച് നമ്മൾ എത്തുന്നതിന് മുമ്പേ വണ്ടി ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ലാമർ പറഞ്ഞ സ്ഥലത്തോട്ട് നേരെ വെച്ച് പിടിക്കാൻ ഗൈസ്, ഇല്ലെങ്കിൽ നടക്കൂല. അപ്പോൾ നമുക്ക് നേരെ സ്പീഡിലങ്ങ് പോയേക്കാം, ഒന്നും നോക്കണ്ട ഗൈസ്. അപ്പോൾ ഒരു ട്രക്കിനെ ഇടിച്ചു പിടിച്ചില്ല. ഈ ലംബോർഗിനി ഇതാ ഗൈസ് എൻ്റെ പുറകെ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പാവല്ല, നമുക്ക് വിട്ട് കളയാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഞാൻ സ്പീഡിൽ കാണിക്കാം ഗൈസ്. Bitches can fuck yourself. അപ്പോൾ ഇവിടെ എത്തിയാൽ പോലീസ് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ബില്യനെയറിനെ കൊണ്ടുകൊണ്ട് പിന്നെയും പോലീസ് വന്നത് ഗൈസ്. സാരില്ല, പാവം ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ ഗൈസ്. അപ്പം നമ്മൾ അത് ഡിസേർവ് ചെയ്യുന്നു. ഈ പോലീസ് പൊട്ടന്മാരെ നമുക്ക് വേഗം അടിച്ചു കൊല്ലണം. നമ്മളിതൊക്കെ എത്ര കണ്ടിയാണ് ഗൈസ്.
ഇതൊന്നും നമുക്ക് ഒരു സംഭവമല്ല. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഗണ്ണിലങ്ങ് അടിച്ചിടുന്നു, നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ പോകുന്നു, അല്ല വർക്ക്ഷോപ്പിൽ കയറ്റി ഇതിൻ്റെ പെയിൻറ്റ് മാറ്റുന്നു ഗൈസ്. നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങും, എന്നിട്ട് നമ്മൾ എന്തായാലും പിടിക്കപ്പെടാണ്ട് നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കിത് വിൽക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ അടിച്ച് കൊന്നേക്കാം ഗൈസ്. ഇവരെ ആവശ്യമില്ല നമുക്ക്. പോലീസുകാരൊന്നും നമുക്ക് പുതിയ സംഭവമല്ല. അപ്പോൾ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ഹെലികോപ്റ്റർ നോക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഒരുത്തനെ പിടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു പോലീസുകാരനുണ്ട്, ഇനിയും പോലീസുകാരൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട, ഇല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. What the fuck? Not the goddamn car! അപ്പോൾ അത് നമ്മൾ പെയിൻ്റൊക്കെ മാറ്റി ഒരു കിണ്ണം വണ്ടി നമ്മൾ ഒരു പോറലോലില്ലാണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇനി നമ്മൾ വിൽക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫ്രാങ്കിൾ ഇങ്ങനെ ബില്ലിയനിയർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ബെല്ലൈക്കണും ഇതൊക്കെ ഫ്രാങ്കിൾ അടിക്കുന്ന പോലെ അടിച്ച് പൊട്ടിക്കുക. അപ്പം അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുക ഗൈസ്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗൈസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക ഗൈസ്. അപ്പം ബൈ ഗൈസ്.